الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏതാണ് റസൂലേ ഏറ്റവും നല്ല കർമ്മം, ഏതാണ് ഏറ്റവും നല്ല കർമ്മം എന്ന് അവിടുത്തോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അൻ തുദ്ഖില അലാ അഖീകൽ മുസ്ലിമ സുറൂറ ഔ തഖ്ദി അൻഹു ദൈന ഔ തുത്ഇമഹു ഖുബ്സ. ഏറ്റവും നല്ല കർമ്മം, പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ മുസ്ലിം സഹോദരനെ സന്തോഷിപ്പിക്കലാണ്. അല്ലാഹു അക്ബർ. മറ്റൊരു സഹോദരനെ, മുസ്ലിം സഹോദരനെ സന്തോഷിപ്പിക്കലാണ്. അതുപോലെ ഔ അല്ലെങ്കിൽ തഖ്ദി അൻഹു ദൈനൻ, അവന്റെ കടം വീട്ടാൻ സഹായിക്കലാണ്, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടലാണ്. ഔ അല്ലെങ്കിൽ തുത്ഇമഹു ഖുബ്സ, അവന് ഖുബ്സ്, റൊട്ടി അല്ലെങ്കിൽ ഭക്ഷണം നൽകലാണെന്നാണ്. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സമാനമായി സ്വഹീഹുൽ ജാമിഇൽ അല്ലാമ അൽബാനി റഹ്മഹുല്ലാഹ് എടുത്തു കൊടുക്കുന്ന ഹദീസ് കാണാം, സ്വഹീഹായത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും ഉമർ റളിയല്ലാഹു തൊട്ടും അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ എന്നിവരെ തൊട്ട് കാണാം, അഫ്ദലുൽ അഅമാൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ, പ്രവർത്തികൾ ഇതൊക്കെയാണ്. ഏതൊക്കെ? അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിനി സുറൂറ ഔ തഖ്ദി അൻഹു ദൈന ഔ തുത്ഇമഹു ഖുബ്സ. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം എന്താണത്? നിങ്ങളുടെ വിശ്വാസിയായ സഹോദരൻ നിങ്ങൾ സന്തോഷിപ്പിക്കുകയാണ്. നമ്മളെ മൂലം ഒരാൾക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്, പ്രയാസമല്ല, ഭാരമല്ല, ദുഃഖമല്ല. പിന്നെയോ അല്ലെങ്കിൽ അവന്റെ കടം വീട്ടുക, അത് വീട്ടാൻ സഹായിക്കുക, അല്ലെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കുക, എന്നിവയാണ് ഏറ്റവും നല്ല കർമ്മങ്ങളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാല് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ അവിടുത്തെ തൊട്ട് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇൻദ അഖ്വാമിൻ നിഅമൻ അഖറഹ ഇൻദഹും യഅനി ജഅലഹാ സാബിതതൻ ഇൻദഹും മാ കാനു ഫി ഹവായിജിൽ മുസ്ലിമീന മാ ലം യമല്ലൂഹും. വല്ലാത്തൊരു ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ? അല്ലാഹു ചില ആളുകളുടെ അടുക്കൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നിലനിർത്തും. ചില ആളുകൾക്ക് അള്ളാഹു നിഅമത്തുകൾ നൽകും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത് സ്ഥിരപ്പെടുത്തും, നിലനിർത്തി കൊടുക്കും. ആ നിഅമത്ത് അവർക്ക് അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. മാ കാനൂ ഫി ഹവായിജിൽ മുസ്ലിമീന മാ ലം യമല്ലൂഹും. എത്ര കാലം?
അല്ലെങ്കിൽ എത്രത്തോളം ആ നിഅമത്തുകൾ അവർക്ക് നിലനിൽക്കും. അവർ ആ അനുഗ്രഹങ്ങൾ മടികൂടാതെ, അലസത കൂടാതെ, താല്പര്യക്കുറവില്ലാതെ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവന് നൽകിയ നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി കൊടുക്കുമെന്നാണ്. ഫഇദാ മല്ലൂഹും നഖലഹ അല്ലാഹു ഇലാ ഗൈരിഹിം. ഇനി അവർ മുസ്ലിമീങ്ങളോട് മടുപ്പ് കാണിച്ചാൽ, അവരുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ജീവിതത്തിൽ ഇടപെടാതിരുന്നാൽ, അവർക്ക് സന്തോഷം നൽകാതിരുന്നാൽ, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളിൽ, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ പിന്മാറിയാൽ, ആ നിഅമത്തുകൾ അവരിൽ നിന്ന് അല്ലാഹു തആല മറ്റു വല്ലവരിലേക്കും മാറ്റും എന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ കബീറ. സ്വഹീഹ് തർഗീബിൽ ഈ ഹദീസ് കാണാം. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് സ്വീകാര്യോഗ്യമായ റിപ്പോർട്ടാണെന്ന് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും മുഴുവൻ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, അവരെ സഹായിക്കുക എന്നതെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വേറെയും ധാരാളം ഹദീസുകൾ കാണാം. ഓരോ സാഹചര്യങ്ങളിൽ ഓരോന്നിന്റെയും പ്രാധാന്യവും പ്രതിഫലവും എടുത്തു പറയുകയാണ് ഹദീസുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും പരിഗണിക്കണമെന്നാണ് നുസൂസുകൾ വ്യക്തമാക്കുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ യാചിച്ചു വരുന്നവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ മുന്നിൽ യാചിച്ചു വരുന്ന, ചോദിച്ചു വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ യാചിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടും, മറ്റുള്ളവന്റെ മേൽ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി ഉണ്ടായിട്ടും മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് യാചനയുടെ മാർഗം സ്വീകരിക്കാതെ, പ്രശ്നങ്ങൾ പറയാതെ അങ്ങനെ സ്വീകരിക്കാത്ത ആളുകളും സമൂഹത്തിലുണ്ട്. നമുക്കവരറിയില്ല, അവരെ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. കാരണം നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. കാണും, സലാം പറയും, ചിരിക്കും, വിശേഷങ്ങൾ പറയും എന്നതല്ലാതെ അവൻ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്ന് അവൻ നമ്മൾ അറിയിക്കില്ല. അതുകൊണ്ട് അത്തരക്കാരെ കണ്ടെത്താൻ, അവരെ സഹായിക്കാൻ മുഅ്മിനീങ്ങളെ നിലക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നബി പറഞ്ഞ വാക്കെന്തറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം. ഹദീസ് പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ മിസ്കീനു ബില്ലദീ തറുദ്ദുഹു തംറതു വത്തംറതാൻ വലൽ ലുഖ്മതു വൽ ലുഖ്മതാൻ വൽ ലുഖ്മതാൻ ഇന്നമൽ മിസ്കീനു അൽ മുതഅഫിഫു. ഈ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പിടിയോ ഭക്ഷണമോ കൊടുത്ത്, ഒന്നോ രണ്ടോ പിടി ഭക്ഷണമോ കൊടുത്ത് തിരിച്ചയക്കാവുന്നവരല്ല ദരിദ്രനാണ്. അങ്ങനെ തിരിച്ചയക്കാൻ പറ്റുന്ന ഒന്നല്ല ദരിദ്രൻ. പ്രത്യുത ആരാണ് ദരിദ്രൻ അല്ലെങ്കിൽ അഗതി? ആരാണ്? മാന്യത പാലിക്കുന്നവരാണ്. ആരുടെ മുന്നിലും യാചിക്കാതെ മാന്യത പാലിക്കുന്നവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തെളിവാക്കി ഓതിയ ആയത്ത് നമ്മുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. ഇഖ്റഉ ഇൻ ശിഅ്തും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ആയത്ത് വായിച്ചോളൂ. ഏത്? അവർ ആളുകളോട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചോദിക്കുന്നവരല്ല. ഏതായത്ത്? അല്ലാഹു പറഞ്ഞില്ലേ, ലിൽ ഫുഖറാഇൽ ലദീന വഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർളി യഹ്സബുഹുമുൽ ബാതിലു أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം നേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യണം. അവരെ പറ്റി അറിവില്ലാത്തവൻ അവരുടെ മാന്യത കണ്ട് അവർ ധനികരാണ്, സമ്പത്തുള്ളവരാണ് എന്ന് ധരിച്ചേക്കും. എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നബിയെ താങ്കൾക്ക് അവരെ തിരിച്ചറിയാം. എന്നിട്ട് പറയാണ്, ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. അവർ ജനങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് അവരെ വിഷമിപ്പിക്കൂല. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നല്ലതായ എന്തൊന്നും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അല്ലാഹു അത് നല്ലതുപോലെ അറിയുന്നവരാണെന്ന് സൂറത്തു അൽ ബഖറ 273 ആയത്ത്. ഇത് ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 1039 നമ്പറായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ എത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഗതികളെ പറ്റി, പാവങ്ങളെ പറ്റി, ദരിദ്രരെ കുറിച്ച് പറഞ്ഞ നിരവധി ഹദീസുകൾ കാണാം.
ലൈസൽ മിസ്കീനു ബിഹാദ തവാഫി അല്ലദി യതൂഫു അലൻ നാസ് ഫതറുദ്ദുഹു അൽലുഖ്മതു വൽലുഖ്മതാനി വത്തംറതു വത്തംറതാൻ. ജനങ്ങളുടെ സമീപത്തുകൂടെ കറങ്ങി നടക്കുകയും ഒന്നോ രണ്ടോ പിടി ഭക്ഷണമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാരക്കയോ കിട്ടിയാൽ തിരിച്ചു പോകുന്നവനല്ല മിസ്കീൻ, സാധു, ദരിദ്രൻ. പിന്നെ ഖാലു, അപ്പൊ ചോദിച്ചു സഹാബത്ത്, ഫമൽ മിസ്കീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ പിന്നെ ആരാണ് ഈ മിസ്കീൻ, സാധു, ദരിദ്രൻ, അഗതി ആരാണ്? ഇത് നമ്മള് പഠിച്ചു വെക്കേണ്ടതാ. പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കൂല. നബി പറയാണ്, അല്ലദീ ലാ യജിദു ഗൈനൻ യുഗ്നീഹി വലാ യുഫ്തനു വലാ യുഫ്തനു ലഹു ഫയതസദ്ദഖ അലൈഹി വലാ യസ്അലു الناس ശൈഅ. ആരാ സാധു എന്നറിയോ? തന്നെ പര്യാപ്തനാക്കുന്ന സമ്പത്ത് അവനില്ല. അത് ഗൈനൻ, മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സമ്പത്ത് അവന്റെ അടുത്തില്ല. ആരെങ്കിലും അവനെ ശ്രദ്ധിച്ചോ, ധർമ്മം കൊടുക്കുന്നില്ല, ആരടുത്തും ചോദിക്കണില്ല, ആരും അവന്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാ അത് ഉണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആരും കൊടുക്കുന്നില്ല. എന്നാൽ അവനാകട്ടെ, അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, ജനങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ജനങ്ങളോടൊന്നും ചോദിക്കൂല. മാന്യത വിടാത്തവൻ, അവനാണ് സാധു, മിസ്കീൻ, ദരിദ്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സാമൂഹ്യവും സാമ്പത്തികവും മാനസികവുമായി പല പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ പുരുഷന്മാരുണ്ടാകാം, സ്ത്രീകളുണ്ടാകാം, വിധവകളുണ്ടാകാം, വിവാഹമോചിതരുണ്ടാകാം. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് വലിയ ബാധ്യത ഉണ്ട്. നിസ്കരിച്ച് പുറത്തിറങ്ങിക്കൊണ്ട് മാത്രം ബാധ്യത തീരൂല. അത് അള്ളാഹിനോടുള്ള ഹക്കേ വീടുള്ളൂ. നോമ്പ് നോച്ചാൽ അള്ളാഹിനോടുള്ള ഹക്കേ വീടുള്ളൂ. എന്നാൽ മനുഷ്യരോടുള്ള ഹക്കുണ്ട്. ആ ഹക്ക് വീട്ടിയില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. എത്ര ആയത്തുകൾ നമുക്കറിയാം, എത്ര ആയത്തുകൾ മുമ്പ് നമ്മൾ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നവർക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് നബി പറഞ്ഞ വാക്കെന്തറിയും. ദുർബലരെ, ദുആഫാക്കളെ സഹായിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് 6007 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി പറയാണ്, അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വഅഹ്സിബുഹു ഖല ഖൽ ഖായിമി ലാ യഫ്തുറു വകസ്സായിമി ലാ യഫ്തിറൂന. ഈ ഹദീസ് നമുക്ക് പരിചയമുള്ളതാണ്. വിധവയുടെ അഥവാ ഭർത്താവ് മരിച്ച സ്ത്രീ, അവൾക്ക് എത്ര പ്രായമാകാം, ചെറുപ്പാകാം, മക്കളുണ്ടാകാം, മക്കളില്ലാതിരിക്കാം, പ്രായമുള്ളവളായിട്ടുണ്ടാവാം. വിധവയുടെയും അഗതികളുടെയും വിശിഷ്യ ദരിദ്രന്റെയും ജീവിതം സുഖകരമാക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന് തുല്യമാണ്. മുജാഹിദാണവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബൂ ഹുറൈറ എന്ന് പറയാണ്, ഇങ്ങനെ കൂടി പറഞ്ഞു എന്നാണ് എന്റെ ധാരണ. നബി പറഞ്ഞു, എന്ത്? അവൻ ക്ഷീണം വകവെക്കാതെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്, വിടാതെ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നവനെ പോലെയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് എന്റെ ധാരണ. ധാരക്കുറിച്ച അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ച് വിധവകൾക്കും അഗതികൾക്കും വേണ്ടി പണിയെടുക്കുന്നവനെ കുറിച്ചാണ്. ഈ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരൽ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, എത്രത്തോളം അറിയുന്നത്, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ പൊതുവെ എത്തീമക്കൾ എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സമൂഹം ഉണർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാൽ നമ്മുടെ പരിസരങ്ങളിൽ യതീമുകൾ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നോക്കൂ, നിങ്ങൾ സഹൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് 5304 നമ്പർ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താ? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. ഇങ്ങനെ പിടിച്ച് നബി പറഞ്ഞ കുറെ കാര്യമുണ്ട്. അതിലൊന്നതാണ്, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. നബിയുടെ കൂടെയാണ് സുഹബത്ത്, സഹവാസം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, എന്നിട്ട് ഞാൻ പിടിച്ചതുപോലെ ചൂണ്ടുവരലും നടുവരലും ഇങ്ങനെ അല്പം വിടർത്തിയിട്ട് നബി ആംഗ്യം കാണിച്ചു എന്നാണ്. അപ്പൊ നോക്കൂ, നബിയോടൊപ്പം സ്വർഗത്തിലെ സഹവാസത്തിന് കാരണമാക്കുന്ന നന്മയാണ്
യത്തീമുകളെ സംരക്ഷിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച ഒരു തലമുറയുണ്ട്. 100 ചില്ലാനം ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരു തലമുറയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അലൈഹിം അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞൊരു തലമുറയുണ്ട്. സ്വഹാബ. നമ്മൾ പലതിലും സലഫുകളെ കുറിച്ച് പറയാറുണ്ട്, സലഫുകളുടെ മാർഗത്തെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങൾ സലഫികളാണ് അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് എന്ന് അഭിമാനിക്കാറുണ്ട്. ആ സലഫുകൾ, ഒന്നാമത്തെ തലമുറ സ്വഹാബ. ജനസേവനത്തിന്റെ മൂല്യം, പരസ്പര സഹായത്തിന്റെ മൂല്യം, പരസ്പര സഹകരണത്തിന്റെ മൂല്യം, മറ്റുള്ളവരെ പരിഗണിക്കുന്നതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരായിരുന്നു. കേവലം വാചോടാപം നടത്തുന്നവരായിരുന്നില്ല അവർ. പട്ടിണി പാവങ്ങളുടെ പട്ടിണിയെ കുറിച്ച് അറിഞ്ഞവരാണ്. യത്തീമക്കളെ സംരക്ഷിച്ചവരാണ്. വിധവകളെ ഏറ്റെടുത്തവരാണ്. അഗതികൾക്ക് വേണ്ടി ജീവിതത്തിൽ പോരാട്ടം നടത്തിയവരാണ് അവർ. എത്ര തെളിവുകൾ! നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എത്ര ചരിത്രങ്ങളാണ് അവരുടേത്. മാതാപിതാക്കളെ പരിചരിച്ച, ഇണകളെ പരിചരിച്ച, മക്കളെ പരിചരിച്ച, അയൽവാസികളെ പരിചരിച്ച, സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലേ പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച്? ഓരോന്ന് ചോദിച്ചാലും അദ്ദേഹം പറയും അന അന അന. ആ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതമുണ്ട്, ത്യാഗോജ്വലമായ ജീവിതം. എന്തിനാണത്? ചരിത്രം കേൾക്കാനാണോ? എന്നിട്ട് ചരിത്രം കേട്ടിട്ട് ശരീരത്തിൽ നിന്ന് രോമം എഴുന്നേറ്റ് നിൽക്കാനാണോ? അല്ല പ്രിയമുള്ളവരെ, അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിരവധി സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വിഷയമുണ്ട്. വിശ്വാസിയല്ലാത്ത ഇബ്നു ദുഗ്ന എന്ന് പറഞ്ഞ വ്യക്തി ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന അദ്ദേഹത്തെ ഒരു സന്ദർഭത്തിൽ തടഞ്ഞു നിർത്തിയ ഒരു സംഗതി. അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്ക് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ പണ്ഡിത ലോകത്തുണ്ടെങ്കിൽ പോലും വളരെ പ്രസിദ്ധമാണത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? അബൂബക്കറിനോട്, നിങ്ങളെപ്പോലുള്ളവർ ഈ മക്കയിൽ നിന്ന് പോകാനോ പുറത്താക്കപ്പെടാനോ പാടില്ല എന്ന്. മക്കക്കാരനായ അല്ലെങ്കിൽ അവിടുത്തെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ള പ്രസിദ്ധനായ ഒരാൾ പറയണം. കാരണം താങ്കൾ അബൂബക്കർ ആരാണ്? ഇവിടെ പോയിന്റ്, അബൂബക്കർ ആരാ? പാവങ്ങൾക്ക് സമ്പത്ത് നൽകുന്നവരാണ്, കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരാണ്, മറ്റുള്ളവരുടെ ഭാരത്തെ ഏറ്റെടുത്ത് വഹിക്കുന്നവനാണ്, അതിഥിയെ സൽക്കരിക്കുന്നവനാണ്, ദുരിതങ്ങളും ആപത്തുകളും ബാധിച്ചവരെ സഹായിക്കുന്നവരാണ്. അല്ലാഹു അക്ബർ. അവിടെ ആലോചിക്കും, നമ്മൾ പലപ്പോഴും ഹിജറയുടെ വർത്താനം പറയലുണ്ട്. നമ്മളിൽ ഒരാളാണ് പോണെങ്കിലോ അവര് ചിലപ്പോ പൈസ കിട്ടരും, നാട് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അബൂബക്കർ തന്നെ പോകുമ്പോ അവര് സങ്കടപ്പെടുകയാണ്. ആര്? മുശ്രിക്കുകൾ പോലും. കാരണം അറിയോ, ജീവിതം കൊണ്ടാണ് അവര് ജനങ്ങളെ അഭിമുഖീകരിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ ശരീരവും സമയവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുമ്പോൾ നമുക്ക് സ്വതഖയുടെ പ്രതിഫലം ലഭിക്കുകയാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അവരൊപ്പം, കൂടെ സമ്പത്ത് കൊണ്ടുകൂടി നമ്മൾ അവരോടൊപ്പം. അപ്പൊ മനസ്സുമായി, വാക്കുമായി, പ്രവൃത്തിയുമായി, സമ്പത്തും അവരോടൊപ്പമായി. അൽഹംദുലില്ലാഹ്. നോക്കൂ, അല്ലാഹ് പറഞ്ഞെന്താ? الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വല്ലാത്തൊരു വാക്കാണ്. ഒന്നും അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സമ്പത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവർ അവരുടെ രക്ഷിതാവിങ്കൽ അവരർഹിക്കുന്ന പ്രതിഫലം അവർക്കുണ്ടായിരിക്കുന്നതാണ്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അഥവാ വിട്ടേച്ചുപോയ ദുനിയാവിനെ സംബന്ധിച്ച് അവർക്ക് ഭയം വേണ്ട, ദുഃഖം വേണ്ട. വരാനിരിക്കുന്ന ആഖിറത്തിലെ കഠിനമായ ശിക്ഷയെപ്പറ്റി അവർ പേടിക്കേണ്ടതില്ല. രണ്ട് ലോകത്തും അവർക്ക് സമാധാനമാണ്. അതിന്റെ ലളിതമായ തഫ്സീർ അപ്രകാരമാണ്. അല്ലാഹു അക്ബർ കബീറ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, എന്റെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സാധാരണക്കാരുടെ, സാധുക്കളുടെ, പാവങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടറിയുകയും അവരുടെ പ്രയാസത്തെ നമ്മൾ തീർക്കുകയും ചെയ്യണം.
എന്താണ് അവരുടെ പ്രശ്നങ്ങൾ? ആ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഒരുപക്ഷെ സാമ്പത്തികമാണോ, ഒരുപക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. അപ്പൊ നമ്മൾ അവനെ കുറിച്ച് സമ്പത്ത് ചെലവഴിക്കാൻ പറ്റുന്ന മറ്റൊരാളോട് ഓർമ്മപ്പെടുത്തണം. ഇന്ന പ്രയാസമുള്ള ആളുണ്ട്. ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയാകാം, സ്കൂളിൽ പോകുമ്പോ മദ്രസയിൽ പോകുമ്പോ ബാഗ് വാങ്ങാൻ പൈസ ഇല്ലാത്തവനാണ്. എനിക്കറിയാം പ്രിയമുള്ളവരെ, ഒരു ഖത്തീബ് എന്ന നിലയിൽ 3 വർഷമായി ഒരു വക്ക് കീറിയ, ഒരു സൈഡ് പൊട്ടിയ, പിന്നെയും തുന്നിയ ഒരു ബാഗുമായി പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച്, തൊട്ട അയൽവാസി ഉപേക്ഷിച്ച ബാഗാണ് 3 കൊല്ലമായിട്ട് അവൻ ഉപയോഗിക്കണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ചെറിയ വാക്ക് മതിയാവും ഓനൊരു ബാഗ് ലഭിക്കാൻ. നമ്മുടെ ചെറിയ വാക്ക് മതിയാവും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ. നമ്മുടെ ചെറിയ ശ്രദ്ധ മതിയാകും ചോർന്നൊലിക്കുന്ന വീടിന്റെ മീതെ ഒരു ടാർപോഡിൻ വലിച്ചു കെട്ടാൻ. നമ്മുടെ ചെറിയ വാക്ക് മതിയാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്. എത്രത്തോളം എന്ന് വെച്ചാല് സാധുക്കളുടെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും അവരുടെ വിശപ്പ് തീർക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യങ്ങളും സാമ്പത്തിക വർധനവും ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായി പോലും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ അവരെ അവഗണിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുമ്പോഴോ അല്ലാഹു നൽകിയ പല നിഅമത്തുകളും ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതാണ്. സാധുക്കളെ പരിഗണിക്കാതിരുന്നാൽ, സാധുക്കൾക്ക് നൽകാതിരുന്നാൽ അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ തടഞ്ഞു വെക്കുമെന്ന് അല്ലാഹു സൂറത്തുൽ ഖലമിൽ 68-ാം അധ്യായം അതിന്റെ 17-ാമത്തെ ആയത്ത് മുതൽ 33-ാമത്തെ ആയത്ത് വരെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്ന ഒരു തോട്ടക്കാരെ കുറിച്ച്. അല്ലാഹു അക്ബർ. ഇതേതെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് തങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വൈകാര്യതയ്ക്ക് വേണ്ടി എഴുതി വെച്ചതല്ല. ഏതെങ്കിലും ലോകരെ, സമൂഹത്തെ, സൈക്കോളജിയുടെ, മനഃശാസ്ത്രത്തിന്റെ ലോകത്ത് എത്രത്തോളം വെച്ചാൽ സ്ട്രെസ് ഇല്ലാത്ത, സമ്മർദ്ദമില്ലാത്ത, BP ഇല്ലാത്ത, ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത കൂളായ ഒരു ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് വലിയ പുസ്തകം എഴുതുകയും അവസാന ഒറ്റക്കയറിൽ ജീവനെടുക്കുകയും ചെയ്ത ലോകപ്രസിദ്ധരായ സൈക്കോളജിസ്റ്റുകളെ കുറിച്ച് എഴുതി വെച്ചതല്ല. പിന്നെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ. എന്താ വാക്കെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം പഠിപ്പിക്കുന്ന രത്നച്ചുരുക്കം ഞാൻ അങ്ങക്ക് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അവരുടെ തോട്ടത്തിലെ വിളവെടുപ്പിന് ഭാഗമായി തങ്ങളുടെ തോട്ടത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പാവപ്പെട്ടവർക്ക് അതിൽ നിന്നൊന്നും കൊടുക്കൂല എന്ന് അവരിൽ ചിലർ തീരുമാനിച്ചു. എല്ലാവരും അല്ല, ഒരു വലിയ പക്ഷം. സാധുക്കൾ, അനാഥർ, അല്ലെങ്കിൽ അഗതികൾ, അല്ലെങ്കിൽ ദാരിദ്ര്യർ തങ്ങളെ കാണാതിരിക്കാൻ അതിരാവിലെ തന്നെ അവരങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും അവരുടെ ഈ പ്രവർത്തനത്തിന്റെ ദുരന്ത ഫലം അവര് കണ്ണിന്റെ മുന്നിൽ കാണാൻ. എല്ലാം തകർന്നടിഞ്ഞ ഒരു തോട്ടത്തെയാണ് അവർക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത്. പിന്നീട് അവരുടെ ഖേദപ്രകടനം, അവരുടെ വിലാപം, ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇത് മുഴുവനും അല്ലാഹു തആല 17-ാമത്തെ ആയത്ത് മുതൽ 33-ാമത്തെ ആയത്ത് വരെ ചെറിയ ചെറിയ വാചകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാം. നമുക്കത് ചെറുതായിട്ടൊന്ന് വായിക്കാം. റബ്ബ് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. മുഖ്തസർ തഫ്സീറിൽ ഈ ആയത്തിന്റെ ആശയമായി, വിവർത്തനമായി, അതിന്റെ ആശയമായി, തഫ്സീറായി നൽകിയതാണ് ഞാൻ നിങ്ങളോട് ഇതിന്റെ ആശയമായി പറയുന്നത്. സാധാരണ നമ്മൾ മലയാള പരിഭാഷയിൽ കൊടുത്ത ഒരു ആശയ വിവർത്തനമല്ല, മുഖ്തസർ തഫ്സീറിന്റെ തഫ്സീറാണ് ഇതിന്റെ ആശയമായിട്ട് കൊടുക്കുന്നത്. അല്ലാഹു പറയാണ്, തോട്ടക്കാര് അഥവാ ഒരു സമൂഹത്തിൽ തോട്ടക്കാരുണ്ടായിരുന്നു, അവരെ നമ്മൾ പരീക്ഷിച്ചതുപോലെ ഈ മുശ്രിക്കീങ്ങളെയും നാം പട്ടിണിയും വിശപ്പും കൊണ്ട് പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഇതിനൊരു സന്ദർഭമൊക്കെ ഉണ്ട്, അതിന്റെ മേലേക്ക് വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടോ അവർ തങ്ങളുടെ തോട്ടത്തിലെ ഫലങ്ങൾ പ്രഭാതവേളയിൽ പറിച്ചെടുക്കുമെന്ന് ശപഥം ചെയ്തു. അവര് ശപഥം ചെയ്തെന്നറിയോ? ഒരു ദരിദ്രനും അതിൽ നിന്ന് കഴിക്കാതിരിക്കാൻ, ഒരാൾക്കും ഞങ്ങൾ കൊടുക്കൂല എന്നതാണ് അവരുടെ ശപഥം. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി വെച്ചിരുന്നില്ല എന്ന്. ഇതിന് 2 വിവരണം കാണാൻ പറ്റും. ഒന്ന്, അവരെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു. അവരെ വാപ്പ ഫലങ്ങൾ പറിക്കുമ്പോൾ അതിലൊരു നിശ്ചിത ശതമാനം സാധുക്കൾക്ക് മാറ്റിവെച്ചിരുന്നു. ഒന്ന്. എന്നാൽ മുഖ്തസർ തഫ്സീറിൽ കാണാം, അവരുടെ ശബ്ദങ്ങളിൽ അവർ ഇസ്തിസ്ന, ഇൻഷാ അല്ലാഹ്,
എന്നവര് പറഞ്ഞില്ല എന്ന്. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാലുണ്ടാകുന്ന മെച്ചവും പറയാതിരുന്നാലുണ്ടാകുന്ന നഷ്ടവും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ സംഭവം വരുന്നുണ്ട്. ഇരിക്കട്ടെ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഫത്വാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമുൻ. അങ്ങനെ അല്ലാഹു ആ തോട്ടത്തിന് നേരെ ഒരു തീനയച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥർ ഉറക്കത്തിലായിരിക്കെ ആ തീ അവരെ തോട്ടം മുഴുവനും കരിച്ചു കളഞ്ഞു. അവർക്കാകട്ടെ ആ തോട്ടത്തെ തടുക്കാനായില്ല, ആ തീനെ തടുക്കാനായില്ല. ഇതൊന്നും ഇവർ അറിയുന്നില്ല. ഫഅസ്ബഹത് കസ്സരീം. അങ്ങനെ ആ തോട്ടം ഇരുണ്ട രാത്രിയെ പോലെ കരിഞ്ഞുപോയി, ഒരു കരിഞ്ഞ തോട്ടമായി മാറി. ഇവരാലോചിച്ച് നോക്കണം നിങ്ങള്. തലേ രാത്രി ഇവർ തീരുമാനിക്കണം എന്തറിയോ? ദരിദ്രർക്ക് നൽകാതിരിക്കാൻ തീരുമാനിച്ച് ശപഥം ചെയ്ത് നേരത്തെ തോട്ടത്തിൽ പോകാമെന്ന് കൂടിയാലോചിച്ച് ഉറങ്ങാൻ കിടന്നവരറിയുന്നില്ല. പട്ടിണിപ്പാവങ്ങൾ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചവരറിയുന്നില്ല. എന്ത്? അള്ളാന്റെ തീരുമാനം. അതെന്താ? നേരം വെളുത്ത് പറിക്കാൻ പോണ തോട്ടം കരിച്ചു കളയണമെന്ന് അള്ളാന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. സഫ് ക്രമീകരിച്ചിരിക്കാൻ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫതനാദൗ മുസ്ബിഹീൻ. പുലർച്ചയായപ്പോൾ, നേരം വെളുത്തപ്പോൾ അവർ പരസ്പരം വിളിച്ചു. രാവിലെയാണ്, തോട്ടത്തിലേക്ക് പോവാണ്. അനിഉദു അലാ ഹർഫികും ഇൻ കുൻതും സാരിമീൻ. നിങ്ങൾ ഫലങ്ങൾ പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ദരിദ്രർ ഈ തോട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ നേരത്തെ പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം വിളിച്ചു. ഫൻതലഖൂ വഹും യതഖാഫതുൻ. അവരെങ്ങനെ പോയതറിയോ? ദരിദ്രരറിയരുത്, പാവങ്ങൾ അറിയരുത്, പട്ടിണി പാവങ്ങൾ ഇത് ശ്രദ്ധിക്കരുത് എന്ന നിലക്ക് അവര് വളരെ ശബ്ദം താഴ്ത്തി പരസ്പരം ലളിതമായി സംസാരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോയി. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. അവരിങ്ങനെ പരസ്പരം പറയാണ്, ഇന്ന് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തോട്ടത്തിൽ ഒരു ദരിദ്രനും കയറാതിരിക്കട്ടെ. നോക്കി നിങ്ങള്, ദരിദ്രൻ ഇങ്ങോട്ട് കയറരുത്. എത്രത്തോളം അറിയോ? മൂത്ത അഹങ്കാരത്തിൽ നിന്നൊരാൾ പറഞ്ഞു പോയത്, ദരിദ്രർക്ക് ഒരാൾക്കും തന്നെ തങ്ങളുടെ വിളവിൽ നിന്ന് ഒന്നും കൊടുക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ നേരത്തെ സുബഹിക്ക് പ്രഭാതത്തിൽ തന്നെ അവർ സഞ്ചരിച്ചു. നിങ്ങൾ ആ രംഗൊന്ന് ആലോചിച്ചൊക്കെ, ആ രംഗം നിങ്ങൾ ആലോചിച്ചൊക്കെ. സാധുക്കൾ തോട്ടത്തിൽ വന്ന് എന്തെങ്കിലും അവർക്ക് കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവര് ചെയ്ത പ്ലാനാണ്. പക്ഷെ സത്യത്തില് ഇവരെത്ര സാധുക്കളാണ് ഗനിയായ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കിപ്പോ മനസ്സിലായി അല്ലേ? നമുക്കിപ്പോ മനസ്സിലായി. ബാക്കി എന്താ പറയുക? അള്ളാഹ് പറഞ്ഞത് ഫലമ്മാ റഅൗഹാ ഖാലൂ ഇന്നാ ലദാല്ലൂൻ. തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കത്തി നശിച്ച നിലയിൽ തങ്ങളുടെ തോട്ടം കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു ഇന്നാ ലദാല്ലൂൻ. തീർച്ചയായിട്ടും നമുക്ക് വഴിതെറ്റി, നമ്മുടെ മാർഗം ശരിയായില്ല, നമ്മളെ തീരുമാനം തെറ്റായിരുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ. അല്ല, ദരിദ്രർക്ക് ഭക്ഷണം തടയാമെന്ന തീരുമാനമെടുത്തതിന്, പാവങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് ഈ ഫലത്തിൽ നിന്നും കൊടുക്കില്ല എന്ന തീരുമാനമെടുത്തതിനാൽ അപ്പോൾ തന്നെ ഈ തോട്ടത്തിലെ ഫലവർഗങ്ങൾ പറിക്കാൻ നമുക്ക് കഴിയാതെ വരികയാണ് ഉണ്ടായത്. കാരണം അവരുടെ തീരുമാനം അള്ളാന്റെ തീരുമാനത്തിനെതിരാണ്, അള്ളാന്റെ ഇഷ്ടത്തിനെതിരാണ്. പാവങ്ങളെ അകറ്റി നിർത്തിയാലുണ്ടാകണ ഒരു ദുരന്തത്തെ കുറിച്ച് പറയാം. ഇപ്പൊ അവർക്ക് കാര്യം ബോധ്യമായി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ നന്ദികേടിന് അവർക്ക് ലഭിച്ച പാരിതോഷികമാണത്. അള്ളാഹ് പറഞ്ഞു അവസാനിപ്പിക്കണം. എങ്ങനെ അറിയോ? ഖാല, അവര് പറയാണ്, അവരെ കൂട്ടത്തിൽ നല്ലവരുണ്ടായിരുന്നു. ഏത് കൂട്ടത്തിലുണ്ടാവും നല്ലവർ? അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. കൂട്ടം കൂടിയിട്ട് ഭൂരിപക്ഷ തീരുമാനത്തിൽ ഹറാമിലേക്ക് പോകരുത്. കൂട്ടം കൂടിയിട്ട് അള്ളാന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കരുത്. മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഭൂരിപക്ഷ തീരുമാനങ്ങൾക്കിടയിൽ ശരിയായ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളുണ്ടാകണം. നോക്കൂ, അതിലൊരാളുണ്ട്. ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. ഈ കൂട്ടത്തിൽ, തോട്ടക്കാരെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, നല്ല ആള്, മുത്തവസ്സിത്തായ ആള്, വസതിയ്യ. ഇസ്ലാം എന്താണ്? വസതിയ്യത്തൻ. അഹ്ലുസുന്ന എന്താണ്? വസതിയ്യത്തൻ. അതേ പദം അവിടെ വെച്ച് ഔസതുഹും,
മധ്യമ നിലപാടുകാരൻ, ദീൻ ഉൾക്കൊണ്ടാള്, അള്ളാനെ പഠിക്കുന്ന വിശ്വാസി. അദ്ദേഹം പറഞ്ഞു, ദരിദ്രരെ തടയാമെന്ന് നിങ്ങളുടെ ഈ തീരുമാനമെല്ലാം നിങ്ങൾ എടുക്കുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ത്? നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തുകൂടെ എന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിട്ടില്ലേ? ഞാൻ നിങ്ങളെ തടഞ്ഞിട്ടില്ലേ? നോക്കൂ, അള്ളാനെ പേടിച്ച മുഅ്മിനായ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരാൾ നമ്മൾ ഇങ്ങനെയാകണം ഇൻഷാ അല്ലാഹ്. അല്ലാതെ ഭൂരിപക്ഷത്തിനനുസരിച്ച് നിൽക്കല്ല. നമ്മൾ ഇങ്ങനെയാകണം. സത്യത്തിലേ യോജിക്കാവൂ, ഹക്കിലേ ഉറച്ചു നിൽക്കാവൂ. അസത്യത്തിൽ, ബാത്തിൽ ആരാണെങ്കിലും ശരി ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാലു സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. എല്ലാവർക്കും ബോധ്യായി. പാവങ്ങളുടെ പട്ടിണി, പാവങ്ങളുടെ അവകാശങ്ങൾ നൽകാതിരുന്നാൽ എന്തുണ്ടാകും? എല്ലാവർക്കും ബോധ്യായി. അവര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. നമ്മുടെ തോട്ടത്തിലെ ഫലവർഗ്ഗങ്ങൾ ദരിദ്രരായ ആളുകൾക്ക് നൽകാതെ തടഞ്ഞു വെക്കാമെന്ന് തീരുമാനിച്ച വേളയിൽ തന്നെ നാം നമ്മുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി. പരസ്പരം കുറ്റപ്പെടുത്തുന്നവരായി അവർ തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഖേദമുള്ളവരായി തീർന്നു. അൽഹംദുലില്ലാഹ്. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ താഗീൻ. ഖേദത്തോടെ, സങ്കടത്തോടെ അവർ പറഞ്ഞു, നമ്മുടെ നാശമേ. ദരിദ്രരുടെ അവകാശം തടഞ്ഞ സന്ദർഭത്തിൽ തന്നെ നാം അതിലംഘിച്ചവരായി. അസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മുടെ റബ്ബ് ഈ തോട്ടത്തെക്കാൾ നല്ലത് നമുക്ക് പകരമായി തന്നേക്കാം. അതൊരു പ്രതീക്ഷയാണ്. ഒരു മുസ്ലിമിന് വേണ്ട വാക്കാണത്. അവർക്കത് തിരിച്ചു കിട്ടിയ ബോധം വന്നു. നാം എല്ലാം അല്ലാഹുവിലേക്ക് മാത്രമാണല്ലോ ആഗ്രഹിക്കുന്നത്. അവന്റെ വിട്ടുവീഴ്ച പ്രതീക്ഷിക്കുകയും അവന്റെ നന്മ തേടുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു ഉപയോഗിച്ചൊരു പദന്തരങ്ങള് നിങ്ങളൊന്ന് പോയിട്ട് വായിക്കണം, വെറുതെ കേട്ടുപോകല്ല. കദാലിക്കൽ അദാബ്, വല്ലാത്തൊരു വാക്കാണ് ഉപയോഗിച്ചത്. കദാലിക്കൽ അദാബ് വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. ഇവിടെ ഉപയോഗിച്ച പദം തരും കദാലിക്കൽ അദാബ്. എന്താ സബബ്? ഉപജീവനം, പാവങ്ങളുടെ അവകാശം തടയുന്നത് പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നിടത്ത് ഇത്തരം ശിക്ഷകൾ കൊണ്ടാണ് നാം നമ്മെ ധിക്കരിക്കുന്നവരെ ശിക്ഷിക്കുക എന്നാണ്. അർഹന്റെ അവകാശം ഹനിക്കുന്നവർ ഏതൊന്നിലാണോ പിശിക്കുന്നത്? സമ്പത്തിലാണോ? സമ്പത്തെതിരാകും. ആരോഗ്യത്തിലാണോ? ആരോഗ്യമെതിരാകും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അഭിമാനിക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവന് തടയാൻ. അത് നമുക്ക് എതിരായി വരുന്നതാണ്. അതാണ്. എന്നിട്ടോ അല്ലാഹു ഒന്നും കൂടി പറയാം, വലഅദാബുൽ ആഖിറതി അക്ബർ. ഇപ്പൊ കിട്ടിയത് ഇനി ബാക്കി വരാനുള്ളതോ അത് ഏറ്റവും വലുത്. അതെന്താ? നരകം. ലൗ കാനൂ യഅലമൂൻ. അവർ അതിന്റെ കാഠിന്യവും അതിന്റെ ശാശ്വതവാസമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. പ്രിയമുള്ളവർ, അതുകൊണ്ട് എല്ലാ നിലക്കും പാവങ്ങളെ, അഗതികളെ, സാധുക്കളെ, അത് വൃദ്ധരെ, വിധവകളെ, അനാഥരെ, അങ്ങനെ തുടങ്ങി ളുഅഫാക്കളായി പഠിപ്പിക്കപ്പെട്ടവരൊക്കെ സഹായിക്കാനും, അല്ലാതെ തന്നെ മുസ്ലിങ്ങൾക്ക് പരസ്പരം, അതുപോലെ മുസ്ലിം അല്ലാത്തവരെയും അവരെയൊക്കെ സഹായിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു നരകത്തെ കുറിച്ചാണ്. ഒരു പക്ഷേ അവസാനിപ്പിക്കുന്നിടത്തൊരു വാക്ക്, ഒരു പക്ഷേ ആ നരകത്തിൽ നിന്നും മനുഷ്യനെ കാക്കുന്നത് അവനൊരു പാവത്തിന്, സാധുവിന്, ദരിദ്രന് നൽകിയ ഒരു പിടി ഭക്ഷണം കാരണത്താലായിരിക്കാം. ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തറിയോ? ഫത്തഖുന്നാർ. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. എന്ത് നൽകിയിട്ട്? വലൗ ബിശിഖ്ഖി തംറത്തിൻ, വലൗ ബിശിഖ്ഖി തംറത്തിൻ. ഒരു ഈന്തപ്പഴത്തിന്റെ ഒരു കഷ്ണം, ഒരു ചെറിയ പീസ്, കീറ്, അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി 7512 നമ്പറായി നൽകിയ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങളുടെ അവകാശത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുന്നത് പോലെ വാക്കാൽ, പ്രവർത്തിയാൽ, മനസ്സാൽ. പ്രാർത്ഥന തന്നെയല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നിന്നോട് ചോദിക്കുന്നു, ഫിഅലൽ ഖൈറാത്ത്, നല്ല കർമ്മങ്ങൾ, വതർക്കൽ മുൻകറാത്ത്, ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ. എന്നിട്ടോ വഹുബ്ബൽ മസാകീൻ, പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പ്രാർത്ഥിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തരികയാണ്. ഇവിടെയൊക്കെ വെച്ച പ്രാർത്ഥനാ പുസ്തകത്തിലൊക്കെ ഉണ്ടത്. വഹുബ്ബൽ മസാകീൻ, മിസ്കീനുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഹുബ്ബുണ്ടാക്കി തരണേ. അനുകൂല നിലപാട്, അവരെ കാര്യത്തിൽ ഇടപെടാനുള്ള തൗഫീഖ്. എന്നിട്ടോ അൻത ഗഫിറ ലീ വതർഹംനി,
അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബി. ഒരടിമ റബ്ബിനോട് ചോദിക്കാണ്, എനിക്ക് നിന്റെ ഹുബ്ബ് കൊണ്ടാണ്. ആ ഹുബ്ബ് കിട്ടുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? ഹുബ്ബൽ മസാകീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ ഹുബ്ബ് ലഭിച്ച യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിം അള്ളാഹുർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ദാരിദ്ര്യത്തിൽ അള്ളാഹു അവർക്ക് സമ്പന്നത പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അഹ്ലുസുന്നത്തിന്റെ കൈകളിലേക്ക് ലോകത്തെ പ്രത്യേകിച്ചും ഹറമുകൾ അള്ളാഹു ഏൽപ്പിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.